നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് CPM-ന്റെ മുതിർന്ന നേതാവും അതുപോലെ തന്നെ ഇന്ത്യയിലെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ ആരാധ്യനായ നേതാവുമായ ശ്രീ VS അച്യുതാനന്ദൻ്റെ വിലാപയാത്ര കേരളത്തിൽ സാക്ഷ്യം വഹിച്ചത്. വലിയ വിലാപയാത്രയായിരുന്നു അത്. CPM-ന്റെ പ്രവർത്തകരടക്കം ഒരുപാട് ആളുകൾ സഖാവ് VS-ന് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി കേരളത്തിൻ്റെ തെരുവീഥികളിൽ ഒത്തുകൂടുകയും അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അർപ്പിക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടത്. അതിനിടയിലാണ് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രമുഖനായ മാധ്യമപ്രവർത്തകരിൽ ഒരാളായ അരുൺകുമാർ ഒരു പ്രസ്താവന നടത്തുന്നത്. ഈ VS അച്യുതാനന്ദൻ്റെ വിലാപയാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംപ്രേഷണം ചെയ്യുന്നതിനിടയ്ക്ക് VS-നെ വല്ലാതെ പുകഴ്ത്തി സംസാരിക്കുന്ന അരുൺകുമാറിനെ നമുക്ക് കാണാൻ കഴിയും. അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമാണ്, അല്ലെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ താല്പര്യമാണ്. ഒരുപാട് ആളുകൾ, ഞാനടക്കമുള്ള ഒരുപാട് ആളുകൾ സഖാവ് VS-ൻ്റെ നല്ല പ്രവർത്തനങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ VS അച്യുതാനന്ദനെ പുകഴ്ത്തുന്നതിനിടയിൽ അരുൺകുമാർ എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകൻ തൻ്റെ മാധ്യമധർമ്മം മറന്നുകൊണ്ട് ചില പ്രസ്താവനകൾ നടത്തി. അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്രയെ നമ്മൾ കണ്ടതാണ്. ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾ റോഡിന് ഇരുവശവും തടിച്ചു നിന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ വേണ്ടി വല്ലാതെ കഷ്ടപ്പെട്ട് മുദ്രാവാക്യം വിളിച്ച് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുന്നതും നിൽക്കുന്നതും അദ്ദേഹത്തിന് വേണ്ടി കരയുന്നതുമൊക്കെ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ നമ്മൾ കണ്ട യാഥാർത്ഥ്യങ്ങളാണ്. പക്ഷേ ഉമ്മൻചാണ്ടിയെ അപഹസിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ടാണ് ഇന്നലെ റിപ്പോർട്ടർ ചാനലിൽ അരുൺകുമാർ ഒരു പ്രസ്താവന നടത്തുന്നത്. അദ്ദേഹം പറയുന്നത് VS ഒരിക്കലും, അല്ലെങ്കിൽ VS മരണപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹം ഒരിക്കലും ഒരു പുണ്യാളനായി ഉയർത്തെഴുന്നേൽക്കില്ല. ഒരു സമുദായ പത്രങ്ങളും ഭക്തജന പ്രവാഹമെന്ന് വെണ്ടയ്ക്ക അക്ഷരത്തിൽ അച്ച് നിരത്തില്ല, പ്രാർത്ഥനായോഗങ്ങൾ ഉണ്ടാവില്ല തുടങ്ങിയ കാര്യങ്ങളാണ് അരുൺകുമാർ പറയുന്നത്. അദ്ദേഹത്തിന് VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന സഖാവിൻ്റെ കാര്യങ്ങളെപ്പറ്റി പറയാനുള്ള അവകാശങ്ങളുണ്ട്. അതിനെപ്പറ്റി എന്ത് തരത്തിലും ചർച്ചകൾ കൊണ്ടുപോകാനുള്ള അവകാശമുണ്ട്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം പോലും അദ്ദേഹത്തിന് മാധ്യമപ്രവർത്തനത്തിനിടയിൽ പറയാനുള്ള അവകാശമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് പറഞ്ഞോട്ടെ. പക്ഷേ എന്തിനാണ് കേരളം ഇത്രയേറെ ബഹുമാനിക്കുന്ന, ഒരുപക്ഷെ ഇന്നലെ VS അച്യുതാനന്ദൻ മരിച്ച സമയത്ത് കേരളത്തിലെ പല സൈബർ ഗ്രൂപ്പുകളിലും വന്ന ഒരു വീഡിയോ VS അച്യുതാനന്ദനും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയും, സ്വർഗത്തിലേക്ക് പോകുന്ന അച്യുതാനന്ദനെ സ്വീകരിക്കാൻ നിൽക്കുന്ന ഉമ്മൻചാണ്ടിയെ പരസ്പരം കെട്ടിപ്പിടിച്ച് സംസാരിക്കുന്ന ഉമ്മൻചാണ്ടിയെയും അച്യുതാനന്ദനെയും കുറിച്ചുള്ള വാർത്തകളായിരുന്നു. കേരളത്തിൽ ഇരു രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും അല്ലെങ്കിൽ ഇരു ധ്രുവങ്ങളിലാണെങ്കിലും ഏറ്റവും മികച്ച നല്ല നേതാക്കന്മാർ എന്ന് പേരെടുത്ത ആളുകളാണ് ഉമ്മൻചാണ്ടിയും അതുപോലെ തന്നെ VS അച്യുതാനന്ദനും. ആ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഒരു ഉളുപ്പുമില്ലാത്ത രീതിയിൽ, അതായത് അരുൺകുമാർ എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകനോട് ഏറെ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, ഒരു മാധ്യമപ്രവർത്തകന് യോജിക്കാത്ത തരത്തിൽ ഉള്ള പ്രവർത്തനമാണ് അല്ലെങ്കിൽ ഉള്ള ഭാഷയാണ് ഇന്നലെ അരുൺകുമാർ അവിടെ പറഞ്ഞത്. ഒരുപാട് ആളുകളുടെ, ആയിരക്കണക്കിന് ആളുകളുടെ മനസ്സിൽ ദൈവമായി കൊണ്ട് നടക്കുന്ന ആളാണ് ഉമ്മൻചാണ്ടി. ഒരു കാര്യം കൂടെ പറയാം, അതായത് ഒരു രാഷ്ട്രീയ നേതാവ് അന്തരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് മുദ്രാവാക്യം വിളിച്ച് മുഷ്ടി ചുരുട്ടി വിപ്ലവാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് മാത്രമല്ല നമുക്ക് സ്നേഹം കാണിക്കാൻ കഴിയുന്നത്. മനുഷ്യന്മാരാൽ നിർമ്മിക്കപ്പെട്ട, അവർ ചേർത്ത് പിടിച്ച, അവർ ഉണ്ടാക്കിയെടുത്ത ഓർമ്മകൾ പലതരത്തിലാണ് മനുഷ്യനെ എന്താക്കുന്നത്, സ്വാധീനിക്കുന്നത്. അത്തരത്തിൽ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യൻ മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കല്ലറയിലേക്ക് അദ്ദേഹത്തെ കാണാൻ അനവധി ആളുകൾ വരുന്നുണ്ടായിരിക്കാം. അവിടെ അവർക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകുമായിരിക്കാം. ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിങ്ങനെയൊന്നും പറ്റില്ല. ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലേക്ക് ആളുകൾ പോകരുത്, അദ്ദേഹത്തെ പുണ്യാളനെന്ന് വിളിക്കരുത്. അദ്ദേഹം ഒരു ക്രിസ്തീയ മതവിശ്വാസിയാണ്. ഒരു ക്രിസ്തീയ മതവിശ്വാസത്തിനനുസരിച്ച് മരിച്ചുപോയ ഒരുപാട് ആളുകളെ പിന്നീട് വിശുദ്ധരാക്കപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ വരും കാലയളവിൽ സഭ ഉമ്മൻചാണ്ടിയെ വിശുദ്ധനായി പ്രഖ്യാപിച്ചാൽ എന്ത് ചെയ്യാൻ കഴിയും ഈ അരുൺകുമാറിന്? അത് വേണ്ട എന്ന് പറയാൻ കഴിയുമോ? ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയനുസരിച്ച് ഓരോ കോൺഗ്രസ് പ്രവർത്തകനും, ഓരോ ക്രിസ്ത്യാനിക്കും, ഓരോ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകൾക്കും അദ്ദേഹത്തിൻ്റെ കല്ലറയിലേക്ക് പോകാനും പുഷ്പങ്ങൾ അർപ്പിക്കാനും പ്രാർത്ഥന നടത്താനും കരയാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന നൽകുന്നുണ്ട്. കേവലം രാഷ്ട്രീയത്തിൻ്റെ പേരിൽ മാത്രം ഇത്ര അല്പനായി പോകുന്ന ഒരു, അല്ലെങ്കിൽ അല്പത്തരം കാണിക്കുന്ന രീതിയിലേക്ക്
അരുൺകുമാർ മാറരുതായിരുന്നു എന്നാണ് ഭൂരിപക്ഷം വരുന്ന വിമർശനങ്ങളും. ആ വിമർശനങ്ങളിൽ കഴമ്പുണ്ടോ ഇല്ലയോ എന്ന് അരുൺകുമാർ തന്നെ ചിന്തിക്കുന്നതായിരിക്കും നല്ലത്. വലിയ ഒരു ജേർണലിസ്റ്റ്, മാധ്യമപ്രവർത്തകൻ, ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വ്യക്തി, ഇടയ്ക്കൊക്കെ എന്താണ് ഇങ്ങനെ താഴോട്ട് പോകുന്നത്? ഒരു കാര്യവുമില്ലാതെ ഉമ്മൻചാണ്ടിയുടെ മേലേക്ക് കുതിര കയറേണ്ട ആവശ്യം എന്തായിരുന്നു? റിപ്പോർട്ടർ ചാനലിന് എന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ട്, അല്ലെങ്കിൽ അതൊരു കോൺഗ്രസ് വിരുദ്ധ ചാനലാണ് എന്നതടക്കമുള്ള വിമർശനങ്ങൾ നിരന്തരമായി വന്നുകൊണ്ടിരിക്കെ എന്തിനായിരുന്നു ഇത്തരത്തിൽ ആ മഹാമനുഷ്യന്റെ നേർക്ക് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകളുടെ നെഞ്ചിൽ ഒരു കത്ത് കുത്തിയിറക്കുന്നത് പോലെ വെറുതെ ഒരു വിഭജന രാഷ്ട്രീയത്തിന് തിരികൊടുത്തത്? ഇതൊക്കെ ഉത്തരം പറയേണ്ടത് അരുൺകുമാറാണ്. പക്ഷെ അദ്ദേഹം ഇന്ന് രാവിലെ ഇതിന് മറുപടിയായി പറഞ്ഞത്, ഞാൻ ഒരിക്കലും ഉമ്മൻചാണ്ടി എന്ന പേര് എവിടെയും പറഞ്ഞിട്ടില്ല, ഉമ്മൻചാണ്ടിയെ ഞാൻ അങ്ങനെ ആ തരത്തിൽ ഒന്നും തന്നെ ഉമ്മൻചാണ്ടിയെ ഉദ്ദേശിച്ച് പറഞ്ഞിട്ടില്ല, മറിച്ച് വി എസ് അച്യുതാനന്ദൻ ഒരു ഈശ്വര വിശ്വാസിയെ അല്ല, അദ്ദേഹം ഒരു മതവിശ്വാസിയെ അല്ല, അതുകൊണ്ടാണ് അത്തരത്തിലൊരു വാക്ക് പറഞ്ഞത് എന്നാണ്. ഇത് സാമാന്യബോധമുള്ള ആരോടും പറയരുത് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം ഈശ്വരവിശ്വാസി അല്ലാത്ത വി എസ് അച്യുതാനന്ദൻ ഹിന്ദു മതത്തിൽ ജനിച്ച ഹിന്ദു മതവിശ്വാസി അല്ലാത്ത അച്യുതാനന്ദനെ ഒരുപക്ഷെ നിലവിളക്കിൻ്റെ ആഡംബരമില്ലാതെ, നിലവിളക്കിൻ്റെ തിരി കത്തിച്ചു വെക്കാതെ, ഈ പറയുന്ന ആചാരാനുഷ്ഠാനങ്ങളോടുകൂടി അല്ലാതെയൊക്കെ അദ്ദേഹം അവിടെ എരിഞ്ഞടങ്ങും എന്ന് പറയുകയായിരുന്നെങ്കിൽ പിന്നീടുമുണ്ട്. പുണ്യാളൻ എന്ന് വിളിച്ചതും പത്രങ്ങൾ ഈ പറയുന്നത് പോലെ അദ്ദേഹത്തെ വാഴ്ത്തപ്പെടുന്നവനാണെന്ന് വെണ്ടയ്ക്ക അക്ഷരത്തിൽ അച്ചുനിരത്തുമെന്ന് പറഞ്ഞതും, കൂട്ടപ്രാർത്ഥനകൾ നടത്തുമെന്ന് പറഞ്ഞതും, മെഴുകുതിരികൾ കത്തിക്കുമെന്ന് പറഞ്ഞതും ഉമ്മൻചാണ്ടിയെക്കുറിച്ചാണ് എന്നറിയാത്ത മണ്ടന്മാരല്ല മലയാളികളെന്ന് അരുൺകുമാർ ഓർത്താൽ നല്ലത്. ഇത്തരത്തിലുള്ള താഴ്ന്ന രാഷ്ട്രീയം, ചീപ്പ് പൊളിറ്റിക്സ് ഒഴിവാക്കണം എന്ന് തന്നെയാണ് കേരളത്തിലെ ആളുകൾ എല്ലാവിധത്തിലും ആവശ്യപ്പെടുന്നത്. ഈ തരത്തിൽ അരുൺകുമാർ എന്ന് പറയുന്ന വ്യക്തി ഈ കാണിച്ചതിനോട് ഒരു തരത്തിലും യോജിക്കാൻ കഴിയില്ല. അത് റിപ്പോർട്ടർ ടി വി മാനേജ്മെൻറ്റും കൃത്യമായി പരിശോധിക്കട്ടെ. എന്തായാലും കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒരുപാട് പ്രശ്നമുണ്ടായിട്ടുണ്ട്. അവർ അതിന് കൃത്യമായ രീതിയിൽ മറുപടി പറഞ്ഞിട്ടുണ്ട്. ചാണ്ടി ഉമ്മൻ ഇന്നലെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് എത്ര മനോഹരമായിട്ടാണ് ചാണ്ടി ഉമ്മൻ അതിനെ കൈകാര്യം ചെയ്തതെന്നാണ്. എൻ്റെ പിതാവിനെ പറ്റി വിനായകൻ ഒരു കാര്യം പറഞ്ഞതുപോലെ തന്നെ മുമ്പ് ഈ പറയുന്ന ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്രയിൽ വിനായകൻ വളരെ മോശമായി സംസാരിച്ചിരുന്നു. അതുപോലെ തന്നെ അരുൺകുമാറും ഇന്നലെ സംസാരിച്ചു. അപ്പോൾ ചാണ്ടി ഉമ്മൻ പറയുന്നത് അരുൺകുമാറിന് എൻ്റെ പിതാവിനെ പറ്റി അങ്ങനെ പറയാനുള്ള അവകാശമുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷെ അതിലെ ശരി തെറ്റുകൾ ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്ന് ഏറെ സഹനശക്തിയുള്ള ഒരു രാഷ്ട്രീയ നേതാവ്, ഏറെ പക്വതയുള്ള ഒരു രാഷ്ട്രീയ നേതാവ്, മറ്റാർക്ക് പറ്റും ഇങ്ങനെ പ്രതികരിക്കാൻ? ഗാന്ധിയൻ തത്വശാസ്ത്രം മുന്നോട്ട് വെക്കുന്ന കോൺഗ്രസിലെ ഏറ്റവും മികച്ച നേതാവ് എന്ന് വേണമെങ്കിൽ ഈ പറയുന്ന ചാണ്ടി ഉമ്മൻ്റെ ഈ വാക്കുകൾ നമുക്ക് കാണാം. അദ്ദേഹം അതിനെ പക്വമായിട്ട് കൈകാര്യം ചെയ്തു. പക്ഷേ ആ വാക്കുകൾക്കിടയിൽ, ആ വരികൾക്കിടയിൽ അദ്ദേഹത്തിൻ്റെ പ്രതിഷേധവും നമുക്ക് വായിച്ചറിയാമായിരുന്നു. എന്തായാലും ഇത്തരം കാര്യങ്ങൾ കേരള ജനത വിലയിരുത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.